ഞാൻ പൊൻകുന്നത്തുനിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ 5-ാം തീയതിയാണ്. ഞാൻ ഖത്തറിന് പോകാനുള്ള എക്സാം ഖത്തർ പ്രൊമോട്ടറിക്ക് എഴുതാൻ വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. എക്സാം എഴുതുന്നതിന് മുമ്പ് എൻ്റെ വെഞ്ചിരിച്ച ഉപ്പ് ഞാൻ ആ ഹോളിൻ്റെ വാതിക്കലിടുകയും ആ കമ്പ്യൂട്ടറിൻ്റെ സൈഡിൽ കൂടെ ഉപ്പ് വിതറി പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നെ എൻ്റെ ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ഉടമ്പടി കാശുരൂപം വെച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എന്നെ എക്സാം പാസ്സാക്കണേ ഫസ്റ്റ് ചാൻസിൽ. പിന്നെ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും അത് സബ്മിറ്റ് ചെയ്യുമ്പോഴും ഞാൻ എത്രയും ദേവമാതാവെ ചൊല്ലിക്കൊണ്ടാണ് ചെയ്തത്. അങ്ങനെ ഒരു 150 ക്വസ്റ്റ്യൻ്റെ ഒരു 300 എത്രയും ദേവമാതാവെ ഞാൻ അവിടെ ഇരുന്ന് ചൊല്ലി. അത്ഭുതം പറയട്ടെ, എന്നെ ഫസ്റ്റ് ചാൻസ് തന്നെ മാതാവിനെ എക്സാം പാസ്സാക്കി 150-ൽ 100 മാർക്ക് തന്ന് മാതാവിനെ അനുഗ്രഹിച്ചു. രണ്ടാമത് എൻ്റെ ഡേറ്റ ഫ്ലോ ഖത്തറിനുള്ള ഒരു കുഴപ്പം കൂടാതെ പാസ്സാകാൻ വേണ്ടിയായിരുന്നു. ഒരു തടസ്സവും കൂടാതെ മാതാവിനെ അത് ഡേറ്റ ഫ്ലോ പാസ്സാക്കി തന്നു. മൂന്നാമത്തെ സാക്ഷ്യം, ഞാൻ ആന്ധ്രയിലാണ് നഴ്സിംഗ് പഠിച്ചത്. ഞാൻ ഡൽഹി വർക്ക് ചെയ്തപ്പോൾ എൻ്റെ ആന്ധ്രയുടെ രജിസ്ട്രേഷൻ ഞാൻ അവിടെ സബ്മിറ്റ് ചെയ്തു. പിന്നെ ഞാൻ സൗദിയിൽ നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഡൽഹിയിലെ രജിസ്ട്രേഷൻ എനിക്ക് റിന്യൂ ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. അവർ പറഞ്ഞു അവിടെ വർക്ക് ചെയ്താൽ മാത്രമേ അവർ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്ത് തരുവുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ആന്ധ്രയുടെ ഒറിജിനൽ രജിസ്ട്രേഷൻ എനിക്ക് എടുക്കേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി അവിടെ പോയി നഴ്സിംഗ് കൗൺസിലിൽ പോയി സംസാരിച്ചു. അങ്ങനെ 1-1.5 മാസം അവരോട് കയറി ഇറങ്ങി. അപ്പോൾ അവർ പറഞ്ഞു ഡൽഹിയിൽ നിന്ന് ഒരു മെയിലും വന്നിട്ടില്ല എന്ന്. അപ്പോൾ ആന്ധ്രയിൽ പോയി ഡൽഹി പറഞ്ഞു ആന്ധ്രയിൽ നിന്ന് വന്നില്ല എന്ന്. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നു. ഫെബ്രുവരി മാസം എൻ്റെ ആന്ധ്രയുടെ രജിസ്ട്രേഷൻ എനിക്ക് കയ്യിൽ കിട്ടി, ഒറിജിനൽ. നാലാമത്തെ സാക്ഷ്യം, എനിക്ക് ഖത്തറിന് പോകാനുള്ള മെഡിക്കൽ എറണാകുളത്ത് നടക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ എക്സ്റേയിൽ ഒരു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഒരു CT ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന്. CT ടെസ്റ്റ് ചെയ്ത് ഓക്കെ നോർമൽ ആവുകയാണെങ്കിൽ അവർ മെഡിക്കലിൽ ഫിറ്റ് ആക്കാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവർ അൺഫിറ്റ് ആക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് അവിടെ ഇരുന്ന് കരഞ്ഞപേക്ഷിച്ചു, മാതാവ് എനിക്ക് വിസ തന്നു, എല്ലാം തന്നു, ഈ മെഡിക്കൽ ഫിറ്റായില്ലെങ്കിൽ എനിക്ക് ജോലിക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഒരു കുഴപ്പം കൂടാതെ എനിക്ക് മെഡിക്കൽ ഫിറ്റാക്കി തരണേ എന്ന്. അങ്ങനെ ഞാൻ CT ചെയ്തിട്ട് അവരുടെ ഓഫീസിൻ്റെ താഴെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. എൻ്റെ കയ്യിൽ ഉടമ്പടി പത്രം ഇരിപ്പുണ്ടായിരുന്നു. ഞാനത് വായിച്ചുകൊണ്ടേയിരുന്നു, കൃപാസന പത്രം. അപ്പോൾ മുകളിൽ നിന്നൊരു ചേച്ചി ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു മുകളിലോട്ട് കയറി വരാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തായി, മെഡിക്കൽ ഓക്കെ ആയോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു മുകളിലോട്ട് കയറുവായെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും കൃപാസനത്ത് ഉടമ്പടി പത്രത്തിൽ ഓരോ സാക്ഷ്യങ്ങൾ വായിച്ചുകൊണ്ടാണ് ഞാൻ കയറി വന്നത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു മെഡിക്കൽ ഓക്കെ ആയെന്ന്. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് 1000 നന്ദി. കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ അനാഥാലയത്തിൽ അരി വാങ്ങിച്ചു കൊടുക്കുകയും പിന്നെ കൃപാസന പത്രം എല്ലാവർക്കും വിതരണം ചെയ്യുകയും ചെയ്തു. കർത്താവ് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 34-ാം അധ്യായം 20-ാം തിരുവചനം. ചിന്നു എന്ന ഈ മകൾ തൻ്റെ ഖത്തറിൽ പോകുവാനുള്ള പ്രോസസ്സിൻ്റെ നാളുകളിൽ അമ്മ മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണം വഴി ലഭിച്ച അനുഗ്രഹങ്ങളെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. മകളുടെ സർട്ടിഫിക്കറ്റ് ശരിയായ രീതിയിൽ മകൾക്ക് ലഭിച്ചതിനെക്കുറിച്ച്, മെഡിക്കലിന് മകൾക്കുണ്ടായ ക്ലേശം അമ്മ മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണമുള്ള പ്രാർത്ഥനയാൽ പൂർണ്ണമായി മാറിയതിനെക്കുറിച്ച്, വിദേശത്തേക്കുള്ള ഇൻ്റർവ്യൂ മറ്റ് കാര്യങ്ങളും സമയച്ചുരുക്കത്തിൽ അമ്മ മാതാവ് ക്രമീകരിച്ചു കൊടുത്തതിനെക്കുറിച്ച് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. 2 ഇടങ്ങളിൽ സവിശേഷമായ പ്രാർത്ഥനയുടെ ബലം മകൾ വാക്കുകളിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. അത് ഒന്ന്, മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ട്, എത്രയും ദൂരം മാതാവേ എന്ന പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ട് അമ്മയുടെ കരങ്ങളിൽ തൻ്റെ ജീവിതത്തിൻ്റെ നിസ്സഹായാവസ്ഥ ഏൽപ്പിച്ചു കൊടുക്കുകയും അത് മകൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീർന്നതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മറ്റൊന്ന്, മെഡിക്കലിൽ ആദ്യത്തെ എക്സ്റേയിൽ തനിക്ക് സ്പോട്ടിംഗ് കാണിക്കുന്നത് കൊണ്ട് സ്കാനിങ്ങിലേക്ക് കാര്യം റെഫർ ചെയ്യുമ്പോൾ പൂർണ്ണമായും അമ്മ മാതാവിൽ ശരണപ്പെട്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപ്പും തൈലവും ഉപയോഗിക്കുകയും ഉടമ്പടി കാശുരൂപം മുഴുവൻ സമയവും കയ്യിൽ അമർത്തിപ്പിടിച്ച് കുരിശു വരച്ചുകൊണ്ട് അമ്മയുടെ സന്നിധിയിലേക്ക് ആ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അതുമാത്രമല്ല, ആ മണിക്കൂറുകളിൽ ആ റിസൾട്ട് കാത്തിരിക്കുന്ന നിമിഷം മുഴുവനും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയും ഓരോ സാക്ഷ്യവും ആവർത്തിച്ച് വായിച്ച് ദൈവശക്തിയാൽ എനിക്ക് ശരീരത്തിലുള്ള കുറവുകൾ മുഴുവനായി നീക്കിത്തന്ന മെഡിക്കൽ ഫിറ്റ്നസ് തരുന്നതിന് വേണ്ടി മകൾ പ്രാർത്ഥിച്ചതിനെ അൾത്താരയിൽ എടുത്തു പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്.
പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നാം കടന്നു പോകുന്ന പ്രശ്നങ്ങളും രോഗക്ലേശങ്ങളും ജീവിതത്തിൻ്റെ അവസ്ഥകളും വ്യത്യസ്തമാണ്. നാം ഓരോരുത്തരും വിശ്വാസത്തെ എങ്ങനെ പ്രയോഗിക്കുന്നു, അമ്മയിൽ എങ്ങനെ ശരണപ്പെടുന്നു, ദൈവശക്തിയാൽ ഇപ്പോഴുള്ള സങ്കടത്തിൻ്റെയും കണ്ണീരിൻ്റെയും ജീവിതാവസ്ഥകളും പ്രശ്നങ്ങളും മാറിപ്പോകുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ കരങ്ങളിൽ നിയോഗം സമർപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ നമുക്കത് അനുഗ്രഹത്തിന് കാരണമാകും. സമയച്ചുരുക്കത്തിൽ ജീവിതം നമുക്ക് ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിന് വഴിയൊരുക്കുകയും ചെയ്യും. അതിൻ്റെ സാക്ഷ്യങ്ങളാണ് ഈ മകൾ ജീവിതാനുഭവങ്ങളായി നമ്മുടെ മുമ്പിൽ പങ്കുവച്ചത്. ഈ മകൾക്ക് ലഭിച്ച ദൈവിക സംരക്ഷണത്തിനും അമ്മ മാതാവിൻ്റെ നിരന്തരമായ സാന്നിധ്യത്തിനും അതോടൊപ്പം ജീവിതത്തിൻ്റെ ഈ പ്രത്യേക നിയോഗത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.